അല്ലാഹു തആല ആ സഹായം മൗജൂദത്ത് മുഖേന കൊടുക്കുകയാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാണ്. ആരാണ് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചില പ്രവർത്തന സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അവനക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാം, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുകയും ചെയ്യാം. സൂറത്തുൽ ഇൻസാനിൽ കാണാൻ പറ്റും. ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം നൽകിയതെന്ന് സൂറത്തുൽ മുൽക്കിലും സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ കഹ്ഫിലും സമാനമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അവന്റെ കർമ്മങ്ങൾ അവസാനിച്ചതിനു ശേഷം അവന്റെ സമയം അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചു വിളിക്കും, മരണപ്പെടും. ബർസഖിയ ലോകത്ത്, വേറൊരു ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ജീവിതമായിരിക്കും നൽകുക. ഈ മനുഷ്യന്റെ മരണത്തോടു കൂടി അവന്റെ കർമ്മരേഖകൾ മടക്കപ്പെടും, ഒന്നെങ്കിൽ ഇല്ലിയിലേക്ക് അല്ലെങ്കിൽ സിജ്ജീനിലേക്ക്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ ഭൗതിക ലോകത്ത് ഈ പരീക്ഷണാർത്ഥം അയച്ച മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചതിന് ശേഷം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവരോട് വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയാൻ വേണ്ടി തുടങ്ങിയ മനുഷ്യന്മാർ അവർ ശിർക്ക് ചെയ്യാൻ തുടങ്ങി. ബഹുദൈവ ആരാധനകൾ, അത് അല്ലാഹു അല്ലാത്ത ആളുകൾക്കുള്ള ആരാധനയാണ്. അതുകൊണ്ട് അവരെയല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ വിളിക്കേണ്ടത് അഥവാ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ള കൽപ്പന പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയായി നമുക്ക് സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും സത്യനിഷേധികളും കാഫിറുകളുമായ ഇത്തരം മുശ്രിക്കുകൾ പല ന്യായവാദങ്ങളും ഉന്നയിക്കാറുണ്ട് ബഹുദൈവ ആരാധനയ്ക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലുള്ള ഒരു പുരോഹിതൻ ഇതിനു വേണ്ടി അള്ളാഹുവിന്റെ കലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില വാദങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അല്ലാഹു തആല ആ സഹായം മൗജൂദത്ത് മുഖേന കൊടുക്കുകയാണ്. അപ്പൊ പണമുള്ളവരോട് പണം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യമുള്ളവനോട് കയ്യൊന്ന് പിടിച്ചു തരുമോ, ഇതൊന്നും എടുത്ത് തലയിൽ വെച്ച് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കൾക്കുള്ള മൗജൂദത്ത് കൊടുക്കുന്നതിന് മൗജൂദത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. ഔലിയാക്കൾക്കുള്ള കറാമത്ത് കൊടുക്കുന്നതിന് കറാമത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. ഇദ്ദേഹം ഇവിടെ മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്ന, വേറൊരു ലോകത്ത് ജീവിക്കുന്ന അമ്പിയാക്കളോടും ഔലിയാക്കളോടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഇദ്ദേഹത്തിനുള്ള തെളിവ് കറാമത്ത് മുഅ്ജിസത്ത് കൊടുത്ത കഴിവാണ്. ആ കൊടുത്ത കഴിവിൽ ഞങ്ങൾ ചോദിക്കുന്നു. മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ സമാനമായ വാദം ഇത് തന്നെയായിരുന്നു. കാഫിറുകളും സത്യനിഷേധികളായ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദം തന്നെയാണ് ഇദ്ദേഹം ഇവിടെയും ഷിർക്ക് ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാലകളിലൂടെ, മൂലൂദുകളിലൂടെ, റാത്തീബുകളിലൂടെ, അതേ കെട്ടിപ്പൊക്കിയ ജാറങ്ങളെടുത്ത് അടുത്ത് ആളുകളെ കൊണ്ടുപോയി അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന വാദം സമാനമായിട്ടുള്ള വാദം തന്നെയാണ്. എന്നാൽ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും തരീഫ് ഇവരുടെ ശറായിൽ അഖായിദിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അത് അമാനുഷ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് മനുഷ്യന്റെ കഴിവിൽ പെട്ട കാര്യമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്. മനുഷ്യന് കൊടുക്കുന്ന കഴിവൊന്നുമല്ല, അള്ളാഹു നേരിട്ട് പ്രകടമാക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ശറായിൽ അഖായിദിൽ പോലും കൊടുത്തിട്ടില്ല. ഇനി ഇതേ പുരോഹിതൻ തന്നെ മറ്റൊരു സദസ്സിൽ വെച്ച് ഇതിന് തികച്ചും വിപരീതമായി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മൈത്രികത്തിന്റെ ആശയം, മതത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദ്യാർത്ഥികാരുടെ ആശയം. പലപ്പോഴും ചോദിക്കും, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കണം. എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അല്ലാഹു തആല ആ സഹായം മൗജൂദത്ത് മുഖേന കൊടുക്കുകയാണ്. അപ്പൊ പണമുള്ളവരോട് പണം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യമുള്ളവനോട് കയ്യൊന്ന് പിടിച്ചു തരുമോ, ഇതൊന്നും എടുത്ത് തലയിൽ വെച്ച് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കൾക്കുള്ള മൗജൂദത്ത് കൊടുക്കുന്നതിന് മൗജൂദത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. ഔലിയാക്കൾക്കുള്ള കറാമത്ത് കൊടുക്കുന്നതിന് കറാമത്ത് മുഖേന സഹായിക്കാൻ ചോദിക്കാറുണ്ട്. അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കണം. എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ തന്നെ ഇരട്ട വാദങ്ങൾ കേട്ടല്ലോ. രണ്ടിലും ഇദ്ദേഹം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മക്കത്തെ മുശ്രിക്കുകൾക്കും ഇതേ വാദമായിരുന്നു. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്ത്, സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനം, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമുള്ള അബൂജഹലും കൂട്ടരും ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ അവർ പറഞ്ഞ തൽബിയത്ത് നിങ്ങളൊന്ന് പരിശോധനാ വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പുരോഹിതന്മാരിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. പുരോഹിതന്മാർ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഫോൺ നോക്കിയാൽ കാണാം. യകൂന ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളിൽ കുറേ കക്ഷികൾ ഉണ്ടാകും. കദ്ദാബൂന, അവർ ധാരാളം കളവ് പറയുന്നവരായിരിക്കും. ദജ്ജാലൂന, കബളിപ്പിക്കുന്നവരായിരിക്കും. യതൂനക്കും മിനൽ ഹദീസി ബിലം തസ്മഉ അൻതും വലാ ആബാവുക്കും. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും പുതിയ ആശയങ്ങളുമായിട്ടാണ് അവർ വരിക. ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.